ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡെയിലി ഇടുന്ന 10 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഡെയിലി നമ്മൾ 8 മണിക്ക് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ വായിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നാലേ നമുക്ക് എക്സാം ടൈമിൽ യൂസ്ഫുൾ ആവുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാതെ നമ്മളൊന്നും ഓർത്ത് വെക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് കറണ്ട് അഫെയർ ഡെയിലി 10 എണ്ണം മാത്രമായിട്ട് ഇടുന്നത്. 10 എണ്ണം നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ജസ്റ്റ് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾ കാണുക കേട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി, അങ്ങനെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് പോവാം. ഇത് ഡേ 8 ആണ്, 8ാമത്തെ ദിവസത്തെ കറണ്ട് അഫെയർ ആണ് കേട്ടോ അത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ഗഗൻയാൻ പദ്ധതി. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാൻ പോകുന്ന ഇന്ത്യയുടെ പദ്ധതിയാണത്. ആ ഒരു പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ആർ ഹട്ടൺ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആർ ഹട്ടൺ. അടുത്ത ചോദ്യം: നിലവിലെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? രാജീവ് ഗൗബ. അടുത്ത ചോദ്യം: അടുത്തിടെ വാഴനാരിൽ നിന്നും സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി IIT സംരംഭം സാൻഫി. എന്തായിരുന്നു? വാഴനാരിൽ നിന്നും സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി IIT സംരംഭം സാൻഫി. അടുത്ത ചോദ്യം: 2019 നിക്കോട്ടിനെ ക്ലാസ് A പോയിസണായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? 2019 നിക്കോട്ടിനെ ക്ലാസ് A പോയിസണായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാവികസേനയിൽ വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥരുടെ വിധവകൾക്കായി സഹാര ഹോസ്റ്റൽ നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ നാവികസേനയിൽ വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥരുടെ വിധവകൾക്കായി എന്താണ് നിലവിൽ വന്നത്? സഹാര ഹോസ്റ്റൽ. എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ നാഷണൽ സ്പോർട്സ് മ്യൂസിയം നിലവിൽ വന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഡൽഹിയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ നാഷണൽ സ്പോർട്സ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഡൽഹി, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും ചെറിയ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം? ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. 8ാമത്തെ ചോദ്യം: നിലവിലെ ഇന്ത്യൻ വ്യോമസേനാ മേധാവി? ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി ആരാന്നാണ് ചോദ്യം. ഉത്തരം: എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ. ആരാണ്? എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്നാണ് ചോദ്യം. ഉത്തരം: ടിക്കാറാം മീണ. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ടിക്കാറാം മീണ. അടുത്ത ചോദ്യം: യമുന നദീജലം വിൽക്കുന്നതിനുള്ള ബില്ല് അടുത്തിടെ പാസാക്കിയ സംസ്ഥാന മന്ത്രിസഭ ഏതാണ്? യമുന നദീജലം വിൽക്കുന്നതിനുള്ള ബില്ല് അടുത്തിടെ പാസാക്കിയ സംസ്ഥാന മന്ത്രിസഭ ഏതാണ്? അതിൻ്റെ ഉത്തരം ഹിമാചൽ പ്രദേശ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യാൻ മറക്കരുത്, എന്നിട്ട് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ ആഴ്ചയും റിവൈസ് ചെയ്യുക. അപ്പോൾ ഓരോ ആഴ്ചയാകുമ്പോൾ നമുക്ക് 70 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരിക്കും. റിവൈസ് ചെയ്യുന്ന വഴി നമുക്കത് മനസ്സിൽ ഉറപ്പിക്കാനും പറ്റും ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാർക്കൊന്നും പോകുകയില്ല ഈ ഒരു സെക്ഷനിൽ നിന്ന്. അപ്പോൾ ഇനിയും ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്